വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അങ്ങനെ കാത്തിരുന്ന് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കാത്തിരിക്കാതെ തന്നെ നാളെ സ്കൂൾ തുറക്കുകയാണ് അല്ലേ. എന്ത് രസമായിരുന്നു ഈ കഴിഞ്ഞ 2 മാസം. അല്ലേ, ലൈഫ് തന്നെ ആയിരുന്നു. ഇഷ്ടമുള്ള നേരത്ത് വേണമെങ്കിൽ ഉറങ്ങായിരുന്നു, എപ്പോൾ വേണേലും എണീക്കായിരുന്നു. ഇഷ്ടംപോലെ കസിൻസിൻ്റെ വീട്ടിൽ പോയി കുറേ നേരം ഫോൺ ഉപയോഗിച്ചു, ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ കളിച്ചു. ഭയങ്കര ലൈഫായിരുന്നല്ലേ നമുക്ക് 2 മാസം. അങ്ങനെ നാളെ മുതൽ നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് പോകാൻ പോവാണ്. യെസ്, നാളെ നമ്മുടെ ലൈഫിലെ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാം കൊണ്ടും പുതിയ ചാപ്റ്ററാണ്. നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ നിന്നും ഒരു ഹയർ ക്ലാസ്സിലേക്ക് നമ്മൾ പോയി. നമുക്ക് വലിയ കുട്ടികളാവുന്നതോട് കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും, അതായത് സിലബസിലും ഒരുപാട് വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പം അതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യും. 2-3 ദിവസത്തിനുള്ളിൽ നമ്മളെല്ലാം ആ ഒരു രീതിയിലേക്ക്, നമ്മൾ ആ ഒരു ചിട്ടകളിലേക്ക് നമ്മൾ മാറി തുടങ്ങും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്ന് രാത്രി കൂടി നമുക്കൊരു വെക്കേഷൻ മൂഡ് തന്നെയാണ് അല്ലേ. നാളെ മുതൽ ഹോംവർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ നമുക്ക് ഒരു കാര്യമുണ്ട്, അതായത് കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സുകൾ നമ്മുടെ ലൈഫിൽ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ നമ്മളെ ക്ലാസ്സുകളിൽ നമ്മൾ ചിലപ്പോൾ തുടക്കം മുതലേ പഠിക്കാത്ത പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ കൂടെയും, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാൻ അങ്ങനെ മടിയുള്ള കാര്യം. ചില ആൾക്കാർക്ക് ടീച്ചേഴ്സിനോടൊക്കെ ഡൗട്ടൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ മിസ്റ്റേക്സ് ആണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസും അതുപോലെ തന്നെയാണ്. ചില ഫ്രണ്ട്സിനോട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വന്ന കുറച്ച് ഫോൾട്ടുകളാണ് അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെല്ലാം മേക്കപ്പ് ചെയ്യും. ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളെ കാര്യത്തിലാണ്. അതായത് നമ്മൾ പഠിച്ചിട്ട് കഴിഞ്ഞ വർഷത്തേക്കാളും സൂപ്പർ മാർക്കിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ പാരൻസ് മീറ്റിങ്ങിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാരൻസിനൊക്കെ ഭയങ്കരമായിട്ട് നാണം കെടുത്തേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടിപൊളിയാക്കി സൂപ്പറാക്കും, അവരെ പ്രൗഡാക്കും. യെസ്, എൻ്റെ മോന്, അല്ലെങ്കിൽ മാം പറയാണ് നമ്മുടെ പാരൻസിനോട്, നിങ്ങളെ മോന് അടിപൊളിയാ, നിങ്ങളെ മോളെ അടിപൊളിയാ. അതൊക്കെ ലൈഫല്ലേ, അങ്ങനെയൊക്കെ പറയാൻ പറ്റട്ടെ. ഈ വർഷം മുതൽ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഒരു രാത്രി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെ, നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നാളെ എന്തൊക്കെ ചെയ്യും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഇന്ന് രാത്രി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നാളേക്കുള്ള അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു സ്റ്റഡി ഏരിയ നിങ്ങളൊന്ന് സെറ്റപ്പ് ആക്കുക എന്നുള്ളതാണ്. ഒന്ന് സമാധാനമാവണം. അതായത് മറ്റന്നാൾ മുതൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകും? ഹോംവർക്ക് ചെയ്യാൻ പോകും, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പോകും അല്ലെ. അതൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് നിങ്ങളുടെ സ്റ്റഡി ഏരിയ. അപ്പം അതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി നിങ്ങളൊന്ന് ഒതുക്കിയെടുക്കുക. അപ്പം അതെങ്ങനെയൊക്കെയോ ആയിരിക്കും കിടക്കുന്നത്. അവിടെ ചിലപ്പോൾ പല സാധനങ്ങൾ ഇരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പം അതൊക്കെ മാറ്റി നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം അവിടെ കൊണ്ടുപോയിട്ട് വെക്കുക. പിന്നെ ഒരുപാട് കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത ഒരുപാട് പെന്നുകൾ, വേണ്ടാത്ത കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അതൊക്കെ മാറ്റുക. അതൊന്നും വേണ്ട. ഇനി അതിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക? റീയൂസ് ചെയ്യുക അല്ലേ. പുതിയതായിട്ട് നിങ്ങൾ വാങ്ങിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഇനി നാളെ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ എന്തായാലും നാളെ ബാഗ് വേണം. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങൾ വെക്കുക. പിന്നെ മാത്രമല്ല, പിന്നെ എല്ലാവരുടെ കയ്യിലും വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഗ്രാഫ് ബുക്ക് വേണം, കാരണം അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇൻസ്ട്രുമെന്റ് ബോക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റാക്കിയിട്ട് വെക്കണം കേട്ടോ. പിന്നെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങളുടെ ബുക്സ് ഒക്കെ എന്ത് ചെയ്യണം? പേരെഴുതി വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെയിം സ്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ പേരൊക്കെ ഇങ്ങോട്ട് എഴുതിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കാരണങ്ങൾ ഇല്ലാതെ തന്നെ നമ്മൾ അക്കാദമിക്സിൽ നമുക്ക് ഒരുപാട് ഫോൾട്ടുകൾ വന്നിട്ടുണ്ട് അല്ലേ. മര്യാദക്ക് നമ്മൾ പഠിച്ചില്ല, ലാസ്റ്റ് എക്സാമിൻ്റെ ആ സമയത്ത് മാത്രം ഞാനൊക്കെ പഠിച്ചത് എന്നുള്ള പലരും പറയാറുണ്ട് അല്ലേ. എന്നിട്ട് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയോ, അയ്യോ ഞാൻ തോറ്റുപോയി, കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ചില കുട്ടികൾ പറയും, അയ്യോ ഞാൻ ഇത്ര പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ല. എന്താണ് അവിടെ മിസ്റ്റേക്ക് വന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ തുടങ്ങിയത് ഏത് രീതിയിലാണ്? ഒരു രസമില്ലാത്ത രീതിയിൽ, ഒരു സമാധാനപരമല്ലാത്ത രീതിയിലാണ് പഠിച്ചത്. അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ചിലർക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചിലർ ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോഴേക്കും അവരുടെ മൈൻഡിൽ കയറും, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ ചില ആൾക്കാർ അങ്ങനെയല്ല, അവർക്ക് ഒരുപാട് പ്രാവശ്യം വായിക്കുന്നു, അപ്പോൾ നമുക്ക് ദേഷ്യം വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ മാറ്റി വെക്കണം. നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? പഠിക്കാൻ പോവാണ്. ഈ വർഷം നമ്മൾ നമ്മുടെ പാരൻസിനെ ഉറപ്പായിട്ടും പ്രൗഡാക്കും. നമ്മളെ ടീച്ചറെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കും, യു ആർ സൂപ്പർ. ചില ടീച്ചേഴ്സ് പറയാറില്ല, നിങ്ങൾ ഇന്ന് ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റി തിരിപ്പിക്കും. ഇപ്രാവശ്യം നമ്മൾ വളരെ അടിപൊളിയാക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റഡി റുട്ടീനാണ്. അപ്പോൾ നാളെ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ്സസ് ഒന്നും ഉണ്ടാവില്ല. നാളെ ഉച്ച വരെയൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഹോംവർക്കും
ഇങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സും എടുത്തു തുടങ്ങും. അപ്പൊ ഇനി നമ്മൾ തീരുമാനിക്കുകയാണ്, എടുത്തതെല്ലാം അന്നന്ന് തന്നെ നമ്മൾ പഠിക്കും. അത് ഉറപ്പായിട്ടും എല്ലാവരും, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഷുവർ എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് ഹാർട്ട് ഇടണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് ഭയങ്കര ഉപയോഗമുള്ള കാര്യമാണ്. എന്ത് റെഡ് ഹാർട്ട് അല്ല, അതായത് ഡെയിലി എടുത്ത കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത്. എടുത്ത കാര്യങ്ങൾ അന്നൊന്ന് പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് മാത്സിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായി. അപ്പോൾ വെറും ഒരു 1 hour ആണ് നമുക്ക് ക്ലാസ് എങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ 2-3 pages ആണ് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ എഴുതിയിട്ടുണ്ടാകുന്ന നോട്ട്സ് 2-3 പേജ് ഉണ്ടാവുള്ളൂ. നമുക്കത് അന്നന്ന് തന്നെ പഠിക്കാം. അന്ന് വീട്ടിൽ വരുമ്പോൾ ആ പേജുകൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അന്ന് കഴിഞ്ഞു. പിറ്റേ ദിവസം ആകുമ്പോൾ വീണ്ടും ടീച്ചർ കൂടുതൽ എടുക്കും. നമ്മൾ ഇതെല്ലാം കൂടെ ഒരു ദിവസത്തേക്ക് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ലോഡായിട്ട് തീരും. അപ്പോൾ അന്നെടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കാൻ നോക്കുക. അപ്പോൾ ദാ ഇവിടെ ഒരു കുഞ്ഞു ടൈം ടേബിൾ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ടൈം ടേബിൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിനനുസരിച്ചുള്ള ടൈം ടേബിൾ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ, അപ്ലോഡ് ചെയ്യാം വീഡിയോ ആയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും മാറ്റം വരുത്തേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ കിടക്കുന്ന സമയം അതുപോലെ എണീക്കുന്ന സമയത്തിൽ ഒരുപാട് മാറ്റം വേണം, അല്ലെങ്കിൽ സ്കൂളിലേക്ക് നേരം വൈകും. അത് മാത്രമല്ല, ഇനിയിപ്പോൾ നാളെ രാവിലെ തന്നെ അമ്മ വിളിക്കും അല്ലേ. നമ്മളിപ്പോൾ പഴയ ഓർമ്മയിലാ, വെക്കേഷൻ മൂഡാണല്ലോ നമ്മൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ സ്കൂൾ ബസ്സൊക്കെ അങ്ങോട്ട് പോകും. ഇപ്പോൾ രാവിലെ തന്നെ അമ്മേൻ്റെ ചീത്ത, അതൊരു രസമില്ലല്ലോ അല്ലേ. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കൊള്ളാക്കണ്ട. അപ്പോൾ ഇന്ന് മുതൽ തന്നെ എന്ത് ചെയ്യുക, അലാമൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കിടക്കുക, സമാധാനപരമായിട്ട് എണീക്കുക, സ്കൂളിലെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് സമാധാനപരമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്കൂളിലേക്ക് പോവുക. കാരണം നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് അല്ലേ. അപ്പം എല്ലാവരോടും സമാധാനപരമായിട്ട് അല്ലേ, ഒരു അമ്മയ്ക്ക് അച്ഛനൊക്കെ ഒരു ഹഗ്ഗൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ സ്കൂളിൽ പോവുക. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാകും, നിങ്ങളുടെ കൂടെ ശൈലം ഉണ്ടാകും. അപ്പം പറയാനുള്ള കാര്യം, നിങ്ങളുടെ പഠനം വളരെ ഈസി ആക്കാൻ വേണ്ടി ഇപ്പോൾ CBSE കേസിലാണെങ്കിൽ 8, അതുപോലെ തന്നെ 9, 10, 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഓൺലൈൻ ട്യൂഷൻ ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതാരും മറന്നു പോകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി പഠിക്കാനുള്ള സിലബസ് എന്ന് പറഞ്ഞ് കുറച്ചധികം വലിയ സിലബസ് ആണ് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു പുഷപ്പും കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു പഠനം വളരെ ഈസി ആയിരിക്കും. സോ എനിക്ക് പറയാനുള്ള കാര്യം, 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയോ കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അടിപൊളി ഓൺലൈൻ ട്യൂഷൻ ബാച്ച്, നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കിഡിലൻ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിന് സൈലത്തിനുണ്ട്. സൈലം ലേണിംഗ് ആപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോ നമ്മളുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 9994000800 എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മളുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വരാൻ പാടില്ല. ഈ വർഷം മുതൽ നമ്മൾ സൂപ്പറാവും, നമ്മൾ ക്ലാസ്സിൽ ടോപ്പറാവും, നമ്മുടെ പാരൻസിനെ നമ്മൾ പ്രൗഡാക്കും, നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കും, അങ്ങനെ ഉഷാറാക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഇയേഴ്സ്, നന്നായിട്ട് പഠിക്കാം.